100 കോടി നേട്ടം മലയാളി താരങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റായാണ് കരുതപ്പെടുന്നത്. ആ നേട്ടത്തിലേക്ക് നിവിൻ പോളിയും ചുവടുവച്ചിരിക്കുന്നു. തന്റെ കരിയറിലെ ആദ്യ 100 കോടി താരം സർവ്വമായയിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗംഭീര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചു വരുന്നത്. ചില തുടർ പരാജയങ്ങൾക്കു ശേഷം കംബാക്ക് നടത്തിയ നിവിന് അർഹിച്ച വിജയം തന്നെയാണ് സർവ്വമായയിലൂടെ ലഭിച്ചതും. അഖിൽ സത്യന്റെ സംവിധാനത്തിലെത്തിയ സർവ്വമായ ആ പഴയ നിവിൻ പോളിയെ ആരാധകർക്ക് മുന്നിൽ വീണ്ടും എത്തിച്ച ചിത്രമാണ്. തട്ടത്തിൻ മറയത്ത്, ഒരു വടക്കൻ സെൽഫി, പ്രേമം തുടങ്ങിയ സിനിമകളിലൂടെ നിവിൻ പോളി മലയാള സിനിമയിൽ പീക്കിൽ നിന്നൊരു സമയമുണ്ടായിരുന്നു. പിന്നീട് കരിയറിൽ തുടരെ പരാജയമുണ്ടായപ്പോൾ ആരാധകർ മിസ് ചെയ്തതും ആ പഴയ നിവിനെയാണ്. നിവിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ടൈമിംഗ് ആണ്. അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത തരത്തിൽ നിവിന്റെ പെർഫോമൻസിൽ ഒരു ഗ്രേസ് ഉണ്ടാകാറുണ്ട്. അതെല്ലാം സർവ്വമായയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുകയായിരുന്നു. റിലീസ് ചെയ്ത് 10 ദിവസത്തിലാണ് സർവ്വമായയുടെ 100 കോടി നേട്ടം. 10 കൊല്ലങ്ങൾക്ക് മുൻപേ കിട്ടേണ്ടതായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. 2015 പുറത്തിറങ്ങിയ പ്രേമത്തിലൂടെ അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമം നിവിന്റെ കരിയർ മാറ്റിമറിച്ച സിനിമയാണ്. കേരളത്തിനകത്തും പുറത്തും ചിത്രം തരംഗമായിരുന്നു. ജോർജ് എന്ന ചെറുപ്പക്കാരന്റെ പല കാലങ്ങളിലൂടെ നിവിൻ പ്രേമത്തിൽ തകർത്തഭിനയിച്ചപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. എന്നാൽ പ്രേമത്തിന് അന്ന് തിരിച്ചടിയായത് സിനിമയുടെ സെൻസർ കോപ്പി ചോർന്നതായിരുന്നു. അപ്രതീക്ഷിതമായി സിനിമയുടെ സെൻസർ കോപ്പി ചോരുകയും അന്ന് അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരുന്ന സിനിമയുടെ കളക്ഷനെ ഇത് സാരമായി ബാധിച്ചു. അങ്ങനെ 73 കോടിയോടടുത്ത് പ്രേമം അതിന്റെ ബോക്സ് ഓഫീസ് ജൈത്രയാത്ര അവസാനിപ്പിച്ചു. അന്ന് സെൻസർ കോപ്പി ചോർച്ച ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലഭിച്ച ഈ 100 കോടി അന്നേ നിവിൻ കൈപ്പിടിയിലാക്കിയേനെ എന്നാണ് ആരാധകരുടെ പക്ഷം. കാര്യങ്ങൾ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ഉയർച്ച താഴ്ചകളിലൂടെ നിവിന്റെ അഭിനയ ജീവിതം സഞ്ചരിച്ചെങ്കിലും ഇപ്പോൾ കരിയറിന്റെ ഏറ്റവും മോശം സമയം കടന്ന് തന്റെ ആദ്യ 100 കോടി ഒരു ഫീൽ ഗുഡ് പടം വെച്ച് നേടി നിവിൻ തന്റെ സ്റ്റാർഡം ഒന്നുകൂടി ഉറപ്പിച്ചു വെച്ചു. തിരിച്ചുവരവിൽ നിവിൻ അങ്ങനെ ചുമ്മാ വന്നതല്ല, അതൊരു ഗംഭീര കംബാക്ക് തന്നെയാകുന്നുണ്ട്.